വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കാൻ പറ്റിയതിൽ. ഇപ്പോൾ 676 മാർക്കാണ് എക്സാമിൽ കിട്ടിയിട്ടുള്ളത്. എന്നെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു. അത് എന്നാണ് വന്നതെന്ന് എനിക്കും അറിയില്ല, ഉമ്മാക്കും അറിയില്ല. ഉമ്മയുടെ ഒരു ഓർമ്മയിൽ എൻ്റെ അനിയനുമ്മ പ്രസവിച്ചെടുക്കുന്ന സമയത്താണെങ്കിലും ഞാൻ ആദ്യമായിട്ട് ഉമ്മാട് പറയണേ എനിക്ക് ഉമ്മ ഡോക്ടർ ആവണമെന്ന് അന്ന് ഹോസ്പിറ്റലിൽ നിന്ന്. പിന്നെ ആ ഒരു സ്വപ്നം ഞാൻ എപ്പോഴും കൊണ്ടു നടന്നിട്ടുണ്ട്. പക്ഷെ അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു, പറഞ്ഞു തരാനും ആരും ഉണ്ടായിട്ടില്ല. +2 കഴിഞ്ഞിട്ട് എൻട്രൻസ് എഴുതണം, നീറ്റ് എൻട്രൻസ് എഴുതണം, എന്നാലേ എനിക്ക് ഡോക്ടർ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ അത് +2 കഴിഞ്ഞിട്ട് അതിന് പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ ഒരു പ്ലാനിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇതേപോലെ +2 കഴിഞ്ഞു. ഞാൻ യൂണിവേഴ്സിൽ അന്ന് കുറച്ചൊക്കെ അന്വേഷിച്ച് എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയ ഒരു ഓപ്ഷനാണ് യൂണിവേഴ്സിൽ. അന്ന് ഞാൻ അങ്ങനെ യൂണിവേഴ്സിൽ ഉപ്പാനായിട്ട് വന്ന് അഡ്മിഷൻ എടുത്തു. ഇന്ന് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് അന്ന് തിരഞ്ഞെടുത്തുകൊണ്ടാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയും. കാരണം ഇതിൻ്റെ ഈ ഒരു ജേർണി എനിക്ക് ഒരിക്കലും എളുപ്പമായിരുന്നില്ല. പല സമയത്തും വല്ലാണ്ട് ഞാൻ ഡൗൺ ആയി പോയിട്ടുണ്ട്. കഴിഞ്ഞ റിസൾട്ടൊക്കെ വന്നപ്പോൾ ഇനി എനിക്ക് ഡോക്ടർ ആവാൻ പറ്റുമോ, ഇനി എൻ്റെ ആ സ്വപ്നം നടക്കുമോ എന്നൊക്കെ ഡൗട്ട് ചെയ്തിട്ട് ഒരിക്കലും നടക്കൂലായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ച് നിന്ന സമയം പോലും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ നീറ്റിന് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ സ്കോർ ആയിരുന്നില്ല റിസൾട്ട് വന്നപ്പോൾ. അപ്പോൾ ഞാൻ ശരിക്കും ഡൗൺ ആയി പോയി. എന്താ പറയുക, തകർന്ന് എന്നൊക്കെ പറഞ്ഞൊരവസ്ഥയായിരുന്നു. വീട്ടിലും ഇനി റിപ്പീറ്റ് ചെയ്യാൻ പോകണ്ടെന്നാണ് ഉമ്മയും ഇപ്പയും പറഞ്ഞത്. എനിക്ക് ഇനി റിപ്പീറ്റ് ചെയ്യാൻ പോകണം എന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസും എനിക്കില്ലായിരുന്നു. ഞാൻ ഉപ്പാട് പറഞ്ഞു എനിക്കൊന്ന് എഫ് സാറെ കാണണം, എന്ത് തീരുമാനം എടുക്കുകയാണെങ്കിലും അതിൻ്റെ മുമ്പ് എനിക്കൊന്ന് എഫ് സാറെ കാണണം, എഫ് സാറോട് പറയാം സാർ എന്താ പറയണത് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് അന്ന് തന്നെ സാർ എനിക്ക് ഹോസ്റ്റലിലേക്കുള്ള അഡ്മിഷനും എടുത്തു തന്നു. പുതിയ ബാച്ച് തുടങ്ങണേക്കുള്ള അഡ്മിഷനും എടുത്തു തന്നു. ഇന്നെ കൂടാണ്ട് ഷിഫാനൊക്കെയുള്ള അഡ്മിഷനും വന്ന് എടുത്തു തന്നു. എന്നിട്ട് ഞാൻ പോയി. പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് പുതിയ ബാച്ച് തുടങ്ങുന്നത്. ഞാൻ വന്നില്ല, ഹോസ്റ്റലിൽ തുടങ്ങി, ഞാൻ വന്നിട്ടില്ല. ഇവിടുന്ന് ഒരു മിസ് എനിക്ക് വിളിക്കുന്നുണ്ട്, ഞാൻ ഫോൺ എടുക്കൂല. ഉമ്മാടേക്ക് വിളിക്കുന്നുണ്ട്, ഞാൻ ഫോൺ എടുക്കൂല. കാരണം എനിക്ക് കോൺഫിഡൻസ് ഇല്ല ഇനി ഒരിക്കൽ കൂടി ഇവിടെ വരാനും ഈ ഒരു സ്ട്രഗിളൊക്കെ ഫേസ് ചെയ്യാനും എനിക്ക് വയ്യാന്ന് ഞാൻ തന്നെ ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു ദിവസം ഒരു കോൾ വന്നു. ഞാൻ എടുത്തപ്പോൾ അത് എഫ് സാറായിരുന്നു. എന്നെ ചീത്ത അറിയുക ചെയ്ത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ഇഷ്ടമല്ലായിട്ടാണ്. സാറ് പറഞ്ഞു അല്ല, ഈ റെഡി ആവാത്തതുകൊണ്ടാണ് അവർ റെഡി ആവാത്തത്, ഈ റെഡി ആയി കഴിഞ്ഞാൽ വേറൊരു പ്രശ്നം എൻ്റെ മുന്നിൽ ഇല്ല എന്ന് പറഞ്ഞു. അത് സത്യമായിരുന്നു. കാരണം അന്ന് ഉപ്പ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഉപ്പ നാളെ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പോവുകയാണ്, എനിക്ക് ഹോസ്റ്റലിൽ ചേരണം, ഇൻഷാ അല്ലാഹ് ഇനി എന്താ വെച്ചാൽ വരട്ടെ, അലോട്ട്മെൻറ്റ് ഞാൻ കൊടുക്കാം, ഞാൻ യൂണിവേഴ്സിറ്റിക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് അന്ന് ഞാൻ ഇവിടെ വന്നു, ജോയിൻ ചെയ്തു, ഞാൻ പഠിക്കാൻ തുടങ്ങി. ഓരോ തവണ ഡൗൺ ആകുമ്പോഴും ഈ ഒരു ഇതെന്ന് പറയുന്നത് ശരിക്കും ഒരു ഫാമിലി പോലെ തന്നെയാണ്. എവിടുന്നൊക്കെ നമുക്ക് സപ്പോർട്ട് കിട്ടാൻ പറ്റും അത്രത്തോളം നമുക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പേഴ്സണലി വരെ നമുക്ക് ഉമ്മ കൂടെ ഉണ്ടാവണമെന്ന് തോന്നുന്ന ടൈമിൽ പോലും എനിക്ക് ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്ന സമയത്ത് ഞാൻ ഓടി പോവുക, അതാണ് നിൽക്കുന്ന സെബിയ മിസ്സിൻ്റെ അടുത്തേക്കാണ്. എനിക്ക് കയ്യിൽ നിന്ന് പോയി എനിക്ക് കിളി പോയി നിൽക്കുകയെന്ന് തോന്നിക്കഴിഞ്ഞാൽ അന്ന് ഞാൻ ലൈബ്രറിക്ക് വരും. ബ്രേക്കിന് ഒരൊറ്റ ഓട്ടാണ് ഓഫീസിലേക്ക്. മിസ്സിൻ്റെ കണ്ടാൽ ചോദിക്കും കിളി പോയിക്കണില്ലേന്ന്. അത്രയും എനിക്ക് ഇവിടുന്ന് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഈ വേറെ എവിടുന്നേലും എനിക്ക് കിട്ടുമെന്ന് അറിയില്ല. പിന്നെ എനിക്ക് ഉണ്ടായിരുന്ന മോട്ടിവേഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ എൻ്റെ സൈഡിൽ എൻ്റെ ഉമ്മ ഇരിക്കണ കാണാണ്ടാവും. എൻ്റെ ഉമ്മ ഇപ്പം എത്ര ഹാപ്പിയാണെന്ന് എനിക്ക് അവരുടെ മുഖത്ത് നിന്ന് മനസ്സിലാവുന്നുണ്ട്. അതുതന്നെയായിരുന്നു പഠിക്കുന്ന സമയത്തും എൻ്റെ മോട്ടിവേഷൻ. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം ഇതൊക്കെ മാറും. അന്ന് അവരുടെ മുഖത്തുള്ള സന്തോഷം എനിക്ക് കാണാൻ പറ്റുമെന്ന് ഉറപ്പിച്ച് തന്നെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ഉമ്മാനെ പറ്റി പറയുകയാണെങ്കിൽ ഉമ്മ ഒരു പ്രൈവറ്റ് സ്കൂളിൽ ടീച്ചറാണ്. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് എൻ്റെ ഉമ്മ. അതുപോലെ തന്നെ എൻ്റെ ഉപ്പാനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഫാദർ എന്നുള്ളതിലുപരി എൻ്റെ ഒരു ട്യൂട്ടർ കൂടിയായിരുന്നു മൂപ്പര്. കാരണം ഞാൻ 8th തൊട്ട് +2 വരെ പഠിക്കുന്ന കാലത്ത് സ്റ്റേറ്റ് യുവജനോത്സവത്തിൽ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി മിമിക്രിയിൽ 5 തവണ തുടർച്ചയായിട്ട് 1ാം സ്ഥാനം നേടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്നെ പഠിപ്പിച്ചിരുന്നതും എന്നെ എൻകറേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിരുന്നതും എൻ്റെ ഉപ്പ തന്നെയാണ്. ഇവർ രണ്ടുപേരുടെയും സപ്പോർട്ട് എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ വളരെ വലിയൊരു ഘടകം തന്നെയായിരുന്നു. ഓരോ തവണ താവുമ്പോഴും എൻ്റെ ഉപ്പ എപ്പോഴും പറയും നമുക്ക് വേണ്ടതൊക്കെ പഠിച്ചോ തരും, പക്ഷെ അതിങ്ങനെ കയ്യ് കൊടുന്ന് തരൂല, അതിനുള്ള വഴികൾ ഓരോ ഭാഗത്ത് കാണിച്ചു തന്നിട്ടുണ്ടാവും. ആ വഴിയിലേക്ക് എത്തണമെങ്കിൽ നീ പ്രയത്നിക്കണം, നീ പ്രയത്നിച്ചാൽ അത് കിട്ടും, അല്ലാണ്ട് പഠിച്ചവന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിൻ്റെ തോൽവിയിൽ എന്ന് പറയും. അത് സത്യം തന്നെയായിരുന്നു. എനിക്ക് അന്ന് ആ എഫ് സാറിൻ്റെ കോള് കിട്ടിയതാണ് പഠിച്ചോ എനിക്ക് കാണിച്ചു തന്നൊരു വഴി. അന്ന് ഞാൻ ജോയിൻ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പം എന്താവുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ അതുപോലെ ഇനിയിപ്പോൾ ഞാനിപ്പോൾ കുറേ ആൾക്കാരടുത്ത് മെസ്സേജ് അയച്ചപ്പോൾ ഇനി എന്താ കാട്ടുക എന്ന് അറിയാണ്ട് പലരും നിൽക്കുന്നുണ്ട്. നമുക്കൊരു ഡ്രീം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ. അത് കിട്ടാത്ത കാര്യമൊന്നുമല്ല, നമ്മൾ പരിശ്രമിച്ചാൽ കിട്ടും, ഇൻഷാ അല്ലാഹ് കിട്ടും. ഇപ്പം എനിക്കൊക്കെ കിട്ടിയില്ല, എന്തായാലും കിട്ടും. പിന്നെ എഫ് സാറ് ഞാൻ മിക്കവാറും എക്സാമിൽ ഏറ്റവും മാർക്ക് കുറഞ്ഞ എക്സാമിൻ്റെ അന്നായിരിക്കും എഫ് സാറ് കാണാൻ പോവുക വൈകിട്ട്.
ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എഫ് സാറ് കാണാൻ പോകും. ഇടയ്ക്ക് ഞാൻ അങ്ങനെ വിചാരിക്കും, സാറിങ്ങനെ വിചാരിക്കണം അവൻ തീരെ പഠിക്കാത്ത കുട്ടിയാണ്, കാരണം ഇന്ന് മാർക്ക് കുറഞ്ഞാലേ കാണാൻ പോവുള്ളൂ. പക്ഷേ അപ്പോൾ സാറിങ്ങനെ ആ ഒരു മാർക്ക് കുറഞ്ഞൊരു ബേസിലൊന്നുമില്ല നമ്മളെ കാണാം, കിട്ടും, നിങ്ങളൊക്കെ സൂപ്പർ മക്കളാണ്, നിങ്ങളൊക്കെ നല്ല കയറി പോവാനുള്ള മക്കളാണെന്ന് പറഞ്ഞ് എപ്പോഴും എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാറാണ്. അങ്ങനെ ഒരാൾ ഇനി ലൈഫിൽ മീറ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനത്തെ ഒരാൾ എപ്പോഴും ലൈഫിൽ ഉണ്ടായിരുന്നു, ഇനി ഉണ്ടാവണേന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹോസ്റ്റല് ബീറ്റ അടിപൊളി ഹോസ്റ്റലായിരുന്നു. അത്രയും ഒരു എൻട്രൻസ് ഹോസ്റ്റൽ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത്രയും അടിച്ചു പൊളിച്ച് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു ഹോസ്റ്റലാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഫോർ യൂണിവേഴ്സലിൻ്റെ ഹോൾ ഗ്രൂപ്പിന്, ഇവിടുത്തെ സ്റ്റാഫ്, എല്ലാ സ്റ്റാഫുകളും നമുക്ക് വേണ്ടി എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഡെയിലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ കഷ്ടപ്പാട് കാണുമ്പോഴാണ് ശരിക്കും നമുക്ക് തോന്നുക ഇത്രയും നമുക്ക് വേണ്ടി അവർ ചെയ്യുന്നുണ്ട്, നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് തോന്നി പോയിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു, നന്ദി.